വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറെ വാശിയുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് 20-ാം വാർഡ് വണ്ടൂർ ടൗണിൽ നടക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിൽ എടപ്പറ്റയെ വാർഡ് കമ്മിറ്റി അറിയാതെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ തുടങ്ങിയ പ്രതിഷേധമാണ് തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രൂക്ഷമായി തുടരുന്നത്. ഇതിന്റെ ഭാഗമായി ഇരു മുന്നണികളും പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ നേർക്കുനേർ പോരാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് UDF സ്ഥാനാർത്ഥിക്കായി വാർഡിൽ കോൺട്രാക്ടർ മാഫിയ വലിയ തോതിൽ പണമിറക്കുന്നതായി ആരോപണമുയർന്നത്. വീടുകൾ കയറിയും അല്ലാതെയുമായി വോട്ടർമാർക്ക് വ്യാപകമായി പണം നൽകുന്നതായാണ് ആരോപണമുള്ളത്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ തിങ്കളാഴ്ച രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോവാൻ വാർഡിലെ LDF നേതാക്കൾ ഒരുങ്ങുന്നത്. ജനാധിപത്യത്തെ തകർക്കാനുള്ള പണാധിപത്യത്തിന്റെ ഒരു നീക്കവും വാർഡിൽ വില പോവില്ലെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ആശാ വർക്കർമാരെ ഉപയോഗിച്ച് വോട്ടർമാരെ വ്യാപകമായി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർഡിനകത്ത് വണ്ടൂരിലെ കരാർ മാഫിയ വ്യാപകമായ രീതിയിൽ ജനാധിപത്യം പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള കള്ളപ്പണമാണ് ഈ വാർഡിനകത്ത് ഒഴുക്കുന്നത്. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വണ്ടൂരിലെ എല്ലാ വാട്സപ്പ് ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയകളിലും ഈ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ നിയമ നടപടിയുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഇവർ പണം കൈമാറുന്ന ദൃശ്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലൊക്കെ ആശാ വർക്കർമാരായി ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങൾ പറയുന്ന പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ, തങ്ങൾ വിളിച്ച പരിപാടിക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ഇനി ഉണ്ടാവില്ല, ആരോഗ്യ മേഖലയിൽ സഹായം ഉണ്ടാവില്ല എന്ന തരത്തിൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതും ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതും ഞങ്ങളൊരു മാസ് കംപ്ലൈന്റ് ആയിട്ട് നിയമപരമായിട്ട് അതിന്റെ ഹയർ അതോറിറ്റിയെ സമീപിക്കുന്നതാണ്. പക്ഷെ എന്തൊക്കെയായാലും ഒരു പണാധിപത്യത്തിനും ഈ 20-ാം വാർഡിലെ ജനങ്ങളുടെ ആത്മാഭിമാനം വിലക്കെടുക്കാൻ കഴിയില്ല. പണാധിപത്യം തോൽക്കും. ഈ വാർഡിനകത്തെ ജനാധിപത്യം വിജയിക്കും. 20-ാം വാർഡിലെ ജനങ്ങൾ ഈ വരുന്ന 11-ാം തീയതി ബാലറ്റിലൂടെ അതിന് മറുപടി കൊടുക്കും. ഈ കരാർ മാഫിയക്കെതിരെ വണ്ടൂരിലെ കരാർ മാഫിയയും കരാർ മാഫിയയുടെ ചാരന്മാരുമെല്ലാം 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ ജനാധിപത്യം വിജയിക്കുകയും ഈ നാടിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി ഏലാട്ടുപറമ്പിൽ മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തലയുയർത്തിയുണ്ടാവും എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുക. അതേസമയം സർക്കാർ സർവീസിലിരിക്കുന്നയാൾ വാർഡിൽ UDF സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിനിറങ്ങുന്നതും UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തമ്പടിക്കുന്നതുമായ വീഡിയോയും ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. അതേസമയം വാർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഫ്ലക്സ് യുദ്ധവും തുടരുകയാണ്. UDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് തിങ്കളാഴ്ച വാർഡിൽ വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. പണാധിപത്യത്തിനെതിരെയുള്ള ബോർഡുകളാണ് വാർഡിൽ നിന്ന് ഉയർന്നത്. ഞങ്ങളുടെ വോട്ടിന് നിങ്ങൾ പണം നൽകാൻ ഞങ്ങൾ വിൽപ്പന ചരക്കല്ല, നാളെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ വിലയിടും തുടങ്ങിയ മാറ്ററുകളാണ് ബോർഡുകളിൽ ഉള്ളത്. ഈ ചാനൽ ന്യൂസ് വണ്ടൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.